പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ചതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തൽക്കാലം പത്തിമടക്കിയെങ്കിലും സതീശനിട്ടുള്ള പാര മടക്ക് വണ്ടിയും കാത്തു നിൽപ്പുണ്ടെന്നാണ് കരക്കമ്പി. കോൺഗ്രസിൽ പൊതുവെ ഒരു പൊളിച്ചെഴുത്തിന് സമയമായി എന്നും തെരഞ്ഞെടുപ്പുകളിൽ മോശമായ പ്രകടനം കാഴ്ചവെച്ചവരെ മാറ്റുമെന്നും ഒക്കെയുള്ള അഖിലേന്ത്യാ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസ്താവന അയാൾക്ക് തന്നെ വിനയാകുമോ എന്നാണ് അകത്തളങ്ങളിലെ ചർച്ച. അത് ബോധപൂർവം വരുത്തിവെച്ച ഒരു അവസ്ഥയാണോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. പ്രധാന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്ര അറിഞ്ഞു പണി കൊടുത്തപ്പോൾ ചെന്നിത്തലയുടെ കൂമ്പ് വാടി. മഹാരാഷ്ട്രയിൽ നിന്ന് വാരിക്കൂട്ടുവാനുള്ളത് മുഴുവൻ വാരിക്കൂട്ടിയാണ് നാട്ടിൽ തിരിച്ചെത്തിയതെങ്കിലും സ്വാർത്ഥതയുടെ പര്യായമാണ് താനെന്ന് കേന്ദ്ര നേതൃത്വത്തെ ബോധിപ്പിച്ചാണ് മഹാരാഷ്ട്രയിൽ നിന്നും വണ്ടി കയറിയത്. ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹം ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. 26-ൽ അത് തലപൊക്കി വീണ്ടും വരുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഇന്ത്യ മഹാരാജ്യത്ത് ഉടനെയെങ്ങും ഭരണപ്രതീക്ഷയില്ലാത്ത കോൺഗ്രസ് നേതാവിന്റെ അവസാന പിടിവള്ളിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദം. കേരളത്തിലെ കോൺഗ്രസുകാരെ തമ്മിലടിപ്പിച്ച് സ്ഥാനം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ഏമാന്റെ തന്ത്രം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞതോടെ അശ്വമേധം ഏതാണ്ട് പൂർത്തിയാക്കിയ സതീശന് കേരളത്തിലെ നേതാക്കന്മാരിൽ നിന്നുള്ള വെല്ലുവിളികൾ ഏതാണ്ട് അവസാനിച്ച മട്ടായി. ആ അവസ്ഥയിലാണ് KC വേണുഗോപാൽ നൂലിൽ കെട്ടിയിറങ്ങാനുള്ള നീക്കം നടത്തുന്നത്. KPCC പ്രസിഡന്റായി അവതരിക്കാനുള്ള ഉപദേശം ചിലരെല്ലാം നൽകിയിട്ടുണ്ടെങ്കിലും KC ആ ചൂണ്ടയിൽ കൊത്തിയിട്ടില്ലെന്നാണ് അറിയുന്നത്. KCയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിനു ശേഷം അമ്മയുടെയും മക്കളുടെയും അനുഗ്രഹത്തോടെ തിരുവനന്തപുരത്ത് പറങ്ങിറങ്ങാമെന്നാണ് KCയുടെ മനസ്സിലിരിപ്പ്. ഏതായാലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുകാർ ഏതാണ്ട് പാഠം പഠിച്ചു എന്ന് തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വെളിവാക്കുന്നത്. തമ്മിൽ തല്ലിയെ നിന്നിട്ട് കാര്യമില്ല, അതെല്ലാം കോൺഗ്രസുകാർക്ക് ബോധ്യമായി. VD സതീശന്റെ ഏറ്റവും വലിയ പ്രത്യേകത കഴിവുള്ളവരെയും ഘടകകക്ഷികളെയും തെരഞ്ഞുപിടിച്ച് കൂടെ നിർത്തുമെന്നുള്ളതാണ്. 2011 മുതൽ ഘടകകക്ഷികളെ എല്ലാം ഒതുക്കി ഏകകക്ഷി ഭരണം സ്വപ്നം കണ്ട് നടന്ന ചെന്നിത്തലയിൽ നിന്നും വിഭിന്നനായി മുന്നണി രാഷ്ട്രീയത്തിൽ ഘടകകക്ഷികളെ ഒരുമിച്ച് നിർത്തിയാൽ മാത്രമേ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവുള്ള ആളാണ് സതീശൻ. അതിന്റെ ഗുണം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും കേരള ജനത കണ്ടു. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വന്നതല്ല സതീശന്റെ മേന്മ, മറിച്ച് വലിയ ഭൂരിപക്ഷം നേടിയെന്നുള്ളതാണ്. കോൺഗ്രസിൽ തന്നെ കഴകത്തുള്ളവരെയും CP ജോൺ പോലെയുള്ള ഘടകകക്ഷി നേതാക്കളെയും ചേർത്ത് പിടിച്ച് ഓരോരുത്തർക്കും ഓരോ ജോലി ഉത്തരവാദിത്തോടെ ഏൽപ്പിക്കുകയും സതീശൻ അത് വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ കണ്ടത്. കേരളത്തിലെ കോൺഗ്രസിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം നേതൃത്വത്തിലുള്ള ക്രിസ്ത്യാനികളുടെ അഭാവമാണ്. മുൻകാലങ്ങളിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇക്വേഷൻ പാലിച്ചിരുന്നുവെങ്കിലും ഇന്ന് ക്രിസ്ത്യാനികൾ നേതൃത്വത്തിൽ ഇല്ല എന്നുള്ള ഒരു കുറവ് തന്നെയാണ്. ജനം അംഗീകരിക്കുന്ന ക്രൈസ്തവ സമുദായ നേതാക്കന്മാരില്ല എന്ന് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പോരായ്മ. ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞതോടുകൂടി പ്രഗത്ഭരായ ക്രൈസ്തവ നേതാക്കളുടെ കാലം കോൺഗ്രസിൽ കഴിഞ്ഞു. KC ജോസഫും ബെന്നി ബെഹനാനും ആന്റോ ആന്റണിയും ഒക്കെ ഉണ്ടെങ്കിലും അവരൊന്നും നേതൃനിരയിൽ അംഗീകാരമുള്ളവരല്ല. ഇത് കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുമുണ്ട്. KC ജോസഫും ബെന്നി ബെഹനാനും എല്ലാം ഘടകകക്ഷികളെ തോട്ടിപ്പണിക്കാരെ പോലെ കണ്ടിരുന്നവരാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള പ്രധാന കാര്യക്കാരും ഇവരാണ്. ചെന്നിത്തല മുഖ്യ കാർമ്മികനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികളെ ചേർത്ത് പിടിച്ച് കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തനായ ഒരു ക്രൈസ്തവനെയാണ് കോൺഗ്രസിന് ഇപ്പോൾ ആവശ്യം. അതിന്റെ അന്വേഷണത്തിലാണ് പാർട്ടി. മലബാറിലും തിരുവിതാംകൂറിലും ഒരുപോലെ പേരുള്ള ക്രൈസ്തവ സഭകളിലെ ആർക്കെങ്കിലുമായിരിക്കും നറുക്കു വീഴാനുള്ള സാധ്യത. ആന്റോ ആന്റണിക്കൊന്നും കോട്ടയം, പത്തനംതിട്ട ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കില്ല. KC ജോസഫിനെ ആരും അംഗീകരിക്കില്ല. ബെന്നി ബെഹനാൻ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവനാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പ്രസ്ഥാനം പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കാനേ സാധിക്കൂ. അത് കോൺഗ്രസ്സുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവ് ആദ്യം ഉണ്ടായത് സതീശനും കൂട്ടർക്കുമാണ്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയും കൂട്ടരും ഘടകകക്ഷികളോട് ചെയ്ത കൊള്ളരുതായ്മകളെല്ലാം മാറ്റി നിർത്തി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാനുള്ള ശ്രമമാണ് സതീശൻ നടത്തിയിട്ടുള്ളത്. UDF രൂപീകൃതമാകുന്ന 1982-ൽ കേവലം 63 സീറ്റിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് ഘടകകക്ഷികളെ പറ്റിച്ചും തമ്മിലടിപ്പിച്ചും കുരങ്ങൻ അപ്പം പങ്കുവച്ചതുപോലെ സീറ്റുകൾ പങ്കുവച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 93 സീറ്റിൽ മത്സരിച്ചു. എന്നിട്ടും ആകെ കിട്ടിയത് എത്രയാ? ഇന്നത്തെ നിലയിൽ ഏകകക്ഷി ഭരണം ഇവിടെ സാധ്യമാകുകയില്ലെന്ന ഉത്തമ ബോധ്യമാണ് കോൺഗ്രസിന് ആദ്യം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് തന്നെ പിടിക്കണം.